നെയ്യാറ്റിൻകരയിൽ കോൺഗ്രസ് നേതാവിന്റെ പീഡനത്തിൽ വീട്ടമ്മ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ വ്യാപക പ്രതിഷേധം. കോൺഗ്രസ് നേതാവ് ജോസ് ഫ്രാങ്ക്ലിൻ വീട്ടമ്മയെ നിരന്തരം ഉപദ്രവിച്ചെന്ന് മക്കൾ. അതേസമയം പോലീസ് അന്വേഷിച്ച് നടപടിയെടുക്കട്ടെ എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. നെയ്യാറ്റിൻകരയിലെ കോൺഗ്രസ് DCC ജനറൽ സെക്രട്ടറി ജോസ് ഫ്രാങ്ക്ലിന്റെ നിരന്തര പീഡനത്തെ തുടർന്നാണ് വീട്ടമ്മ ആത്മഹത്യയെന്നാണ് മക്കളുടെ വെളിപ്പെടുത്തൽ. ആത്മഹത്യാക്കുറിപ്പിലും ഇത് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മരണശേഷം ഫ്രാങ്ക്ലിൻ തന്റെ ഫേസ്ബുക്ക് പേജിൽ ആദരാഞ്ജലി പോസ്റ്റിട്ടു. ഇയാൾ രാഹുൽ മാങ്കൂട്ടത്തെ വിഷയത്തിൽ പ്രതികരിക്കുന്ന വീഡിയോയും സോഷ്യൽ മീഡിയയിൽ ഉണ്ട്. സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ എപ്പോഴും അപലപനീയമാണ്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ ഒരു സ്ത്രീക്ക് അവർക്ക് ഒരു ദുരനുഭവം നേരിട്ടിട്ടുണ്ടെങ്കിൽ അത് വ്യവസ്ഥാപിതമായ നിയമസംഹിത ഉള്ള ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. കോടതിയും പോലീസിനും പരാതി കൊടുക്കാമായിരുന്നു എന്നതാണ് എൻ്റെ അഭിപ്രായം. സംഭവത്തിൽ വ്യാപക പ്രതിഷേധമാണ് കോൺഗ്രസിനെതിരെ ഉയരുന്നത്. ജില്ലയിലെ ഐ ഗ്രൂപ്പിന്റെ പ്രമുഖ നേതാവാണ് നെയ്യാറ്റിൻകര നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ ജോസ് ഫ്രാങ്ക്ലിൻ. ഇയാൾക്കെതിരെ സമാനമായ ആരോപണങ്ങൾ നേരത്തെയും ഉണ്ടായിട്ടുണ്ടെന്നും നാട്ടുകാർ പറയുന്നു. അതേസമയം വിഷയം അറിഞ്ഞില്ലെന്ന് രമേശ് ചെന്നിത്തല പ്രതികരിച്ചപ്പോൾ പോലീസ് അന്വേഷിച്ച് നടപടിയെടുക്കട്ടെ എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. ഞാൻ ശ്രദ്ധിക്കില്ല, ഞാൻ നോക്കാം. ഞാനിപ്പോൾ ഒരു വാർത്ത കണ്ടു വണ്ടിയിൽ വെച്ചിട്ട്. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ആരെങ്കിലും ഒരു സ്ത്രീ ആത്മഹത്യ ചെയ്യാൻ തെറ്റുകാരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കെതിരായി നിയമപരമായ നടപടികൾ സ്വീകരിക്കണം. സ്ഥലം MLA കെ ആൻസലൻ അടക്കമുള്ള നേതാക്കൾ സലിതയുടെ വീട് സന്ദർശിച്ചു. മക്കൾക്ക് നിയമസഹായം ഉറപ്പാക്കുമെന്നും കുറ്റക്കാർക്കെതിരെ പോലീസിന്റെ കർശന നടപടി വേണമെന്നും ആൻസലൻ MLA പറഞ്ഞു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.